وأصحابه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا بأنفسهم حرجا مما قضيت ويسلموا تسليما. صدق الله العظيم وصدق الرسول ورسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സാധാത്തുക്കൾ, ഉലമാക്കൾ, പ്രവർത്തകർ, 100 വർഷത്തിലപ്പുറം സ്ഥാപിതമായ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിൻ്റെ സെഞ്ചുറി നടക്കാനിരിക്കുമ്പോൾ ആ സംഘടനയെ പരിചയപ്പെടുത്തുകയും സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്തവ്യമാണ്. ആ നിലയിൽ പല പദ്ധതികളും ഇവിടെ നടത്തിവെക്കുന്ന കൂട്ടത്തിൽ വർഷം കഴിഞ്ഞപ്പോൾ അന്ന് ഇതേ ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ രൂപീകൃതമായ സംഘടനയെ സംബന്ധിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഔദ്യോഗിക മെമ്പറായി എന്നെ എടുക്കുകയും ആദ്യമായി സമസ്തയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മഹാനായ മർഹൂം അഹീക്കാട് ഇബ്രാഹിം മുസ്ലിയാർ മഹാനവർകൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട അണ്ടോറ അബ്ദുള്ള മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായി രൂപീകൃതമായ കോഴിക്കോട് ജില്ലാ സമസ്തയുടെ സമ്മേളനം അന്ന് ജോയിന്റ് സെക്രട്ടറിയായി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു. MKM മുസ്ലിയാർ, അതുപോലെ ദേവിപരം സൈനുദ്ദീൻ മുസ്ലിയാർ അവർ വൈസ് പ്രസിഡന്റുമാരായും കോഴിക്കോട് ഹിദായത്ത് സുബിയാൻ മദ്രസയിൽ മഹാനായ മർഹൂം സയ്യിദ് ഫളൽ പൂക്കോത്തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഔദ്യോഗികമായി എന്നെ ഈ സംഘടനയിൽ ചേർത്തിട്ടുള്ളത്. അതിന് കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുകൾ പറഞ്ഞ ഒരു ഷെയ്ഖിൻ്റെ പാർട്ടി 2-3 വീട്ടുകാർ എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക്
ജുമുഅ ഇല്ല, ഹജ്ജ് കേരളത്തിൽ പോകേണ്ടതില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായപ്പോൾ അവരെ ഉലമാക്കൾ എതിർക്കുകയും അതിൽ ചേരാൻ പാടില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട കെ അബൂബക്കർ നഫറല്ലാഹു മർത്തറഹു വനഫറ ഖബറഹു മഹാനവർകൾ എൻ്റെ നാട്ടിൽ കാന്തപുരത്ത് മുദരിസായപ്പോൾ ഈ പാർട്ടികൾ ചില ചോദ്യങ്ങളുമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ തീരുമാനങ്ങളും വാദഗതികളും രേഖകളും വെളുത്തത്ത് കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ വന്ന് അത് സംബന്ധമായി ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവർ അധ്യക്ഷനായി ഒരു കോളിക്കൽ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഞാൻ സ്വാഗത പ്രസംഗം ചെയ്തു. നാട്ടുകാരൻ എന്ന നിലത്താണ് അന്ന് സ്വാഗത പ്രസംഗം നടത്തിയത്. ആ സമ്മേളനം കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാർ നഫറല്ലാഹു മർത്തറഹു മഹാനവർകൾ എന്നെ വിളിച്ച്, നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുത്തിലുണ്ട് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കാണത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കണ്ണുവരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരാണ് അങ്ങനെ ഉണ്ടായത്. ഏതായാലും അന്ന് മുതൽ സമസ്തകരുടെ ജമിയത്തിൽ വേറെ ഇവിടെ എളിയ പ്രവർത്തകരായി ഞാൻ തുടരുകയാണ്. ഇവിടെ ആവശ്യം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊന്നും നോക്കാതെ നാം നമ്മുടെ നയം പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ പുതുതായി വന്ന ഗവൺമെൻറ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ നമുക്കെല്ലാവർക്കും അവരോട് പിന്തുണയുണ്ട്. എല്ലാവിധ സഹായവും സഹകരണവും നാം അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു, ചെയ്യേണ്ടതും ആണ്. എന്നാൽ അതേ ഭാഗത്ത് തന്നെ ഇവിടുത്തെ വില കുറഞ്ഞ മദ്യം അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്താൽ അത് നേരത്തെ പറഞ്ഞ ആളുകൾക്ക് ഒരു കുരങ്ങിന് വേണ്ടി വെച്ച് കൊടുക്കുന്നത് പോലെ അവരുടെ കച്ചവടത്തിനും അവരുടെ നയങ്ങൾക്കും ഒരു ശക്തിയായി പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ആ വില കുറച്ച് കൊടുക്കുക എന്ന ആ നയത്തിൽ നിന്നും മാറി ഇവിടെ മദ്യനിരോധം എന്ന ഒരവസ്ഥ തന്നെ വരുന്നതിലേക്ക് രാജ്യത്തെ കൊണ്ടുവരണം, നാടിനെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇവിടെ സമാധാനം
ഉണ്ടാവുകയുള്ളൂ. പിന്നീട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ നേരത്തെ എതിർത്തതാണ് PMC പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി. അന്ന് ഇവിടെ പ്രതിപക്ഷത്തായിരുന്നവർ ഇപ്പോൾ ഭരണപക്ഷത്ത് വന്നിരിക്കുന്നു. ഈ രണ്ട് വിഭാഗവും ഒരുപോലെ എതിർത്ത വിഷയമായതുകൊണ്ട് ആ തീരുമാനത്തിനെതിരെ ഇന്ന് ഗവൺമെൻറ് കൊണ്ടുവരാതിരിക്കണം എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് ഹഖായ ദീന് എന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തത് കൊണ്ടല്ല ഇവിടുത്തെ ചെറുപ്പക്കാരായ ചില ആളുകൾ പുതിയ പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഭൗതികമായ നേട്ടത്തിൻ്റെ പേരിലാണ്. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. പൂർണ്ണമായ ഇഖ്ലാസും തഖ്വയും നമ്മളിൽ ഉണ്ടാവണം. ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, ഇതേ ടൗൺ ഹാളിൽ വെച്ച് 100 കൊല്ലം മുമ്പ് സ്ഥാപിച്ച ആ സ്ഥാപകന്മാരുടെ ഇഖ്ലാസും അവരുടെ മനക്കരുത്തും ആണ് ഇന്നും ഇവിടെ അതേ സമയത്ത് ഒരുമിച്ചുകൂടാൻ നമുക്ക് അല്ലാഹു തആല സൗകര്യം തന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ വ്യക്തികളും നമ്മൾ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ സഞ്ചരിക്ക് വേണ്ടി ആവശ്യമായ സാമ്പത്തിക സഹായവും എല്ലാം ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. ഉത്സാഹിക്കണം. ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ആവരുത്. അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ടുന്ന കടമ നമ്മളിലുണ്ട്. അയൽമീങ്ങൾക്ക് മാത്രമല്ല, അയൽമീങ്ങൾ പറയുന്നത് നടപ്പിലാക്കാൻ പൊതുജനങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാ പ്രവർത്തകരും രംഗത്തിറങ്ങി നമ്മുടെ സന്നിധി വരെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാവണം എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് സ്നേഹനിധി ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. നല്ല പേരാണല്ലോ. അതുകൊണ്ട് ആ സ്നേഹം നിലനിർത്താൻ നമുക്ക് എല്ലാ സംഗതികളും ആവശ്യമായതൊക്കെ ചെയ്യണം. പണബന്ധുകൾ കൂടണം, മീറ്റിങ്ങുകൾ കൂടണം, എല്ലാവിധ സഹായങ്ങളും അതിലേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഈ വലമാക്കളെ കൊണ്ട് മാത്രം ഇത് നടത്താൻ കഴിയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ആ സ്നേഹനിധിയുടെ പദ്ധതികൾ എല്ലാവരും ഇവിടെ പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് 313 തൊട്ട് അൽഹംദുലില്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് ഒരു വീട്ടുകാർ 10 ആളുണ്ടെങ്കിൽ 10 313 വന്നാൽ നല്ല സംഖ്യ ഉണ്ടാവും നമുക്ക്. അല്ലേ? 10 ഇങ്ങനെ 313 ഇപ്പോൾ കൊടുക്കി. അതുപോലെ നമ്മളെ പുറക്കാട് വലിയകുട്ടി കുട്ടിയാണ്. അദ്ദേഹത്തിന് ആദ്യത്ത് കൊടുക്കട്ടെ. നമ്മുടെ മൊബൈൽ സംഖ്യ
നേരത്തെ കേൾവി കുറവുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.